ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മസാലക്കടലയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന രീതിയിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള മസാലക്കടല നമുക്ക് വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ച് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി 1 കപ്പ് നിലക്കടലയാണ് എടുത്തിരിക്കുന്നത്. വറുക്കാത്ത തൊലിയോട് കൂടിയുള്ള നിലക്കടലയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് വെള്ളം കുറവാന്ന് തോന്നിയാൽ മാത്രം കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഒരു കട്ടിക്ക് തന്നെ കിട്ടിയിരിക്കണം. ഇത്രയും കട്ടിയിൽ തന്നെ ആയിരിക്കണം. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ തന്നെ വറുത്തെടുക്കാം. അതിന് വേണ്ടി ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് മുങ്ങിയിരിക്കുന്ന അത്രയും ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് വിടർത്തി ഇട്ട് കൊടുക്കണം. എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുക്കരുത്, പകുതിയായിട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. നമുക്കിതിൽ കടലയൊക്കെ വെന്ത് കിട്ടാനുള്ളതാണ്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെക്കണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ വേഗം തന്നെ അതിൻ്റെ പുറത്തുള്ള മസാലയൊക്കെ കരിഞ്ഞു പോകും. ഉള്ളാണെങ്കിൽ വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ്. ഇപ്പോൾ ഇത് 5 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലതുപോലെ ആയിട്ടുണ്ട്. നമുക്ക് ഊരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതേ ഓയിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി കടലയുടെ കൂടെ തന്നെ വറുത്ത് കോരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മസാലക്കടല നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേ ടേസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതുപോലെ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.